പുറത്ത് മഴ പെയ്യുമ്പോൾ ജാലകത്തിലൂടെ ആ കാഴ്ച കാണുക. അരണ്ട വെളിച്ചത്തിലാകണം നിങ്ങളുടെ ആ കാഴ്ച. അകലെ പെയ്യുന്ന മഴ നിങ്ങളിൽ പേരറിയാത്ത ഒരു നോവുണ്ടാക്കും. ആ നോവിന് എന്താണ് പേര്? സ്വാഗതം വിജ്ഞാനത്തിൻ്റെ ഈ പേരറിയാത്ത അനുഭൂതി. കേരളത്തിലെ ടെലിവിഷൻ പ്രേക്ഷകരെ തൻ്റെ അഭിനയ വൈഭവം കൊണ്ട് ആകർഷിപ്പിക്കുന്നു. ഒട്ടനവധി പരമ്പരകളിൽ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തു. കൈരളി ടിവിയുടെ ജനപ്രിയ സംഗീത പരിപാടിയായ പട്ടുറുമാലിൻ്റെ അവതാരികയായിരുന്നു. എന്താണ് ആ മത്സരാർത്ഥി നമുക്ക് തരാൻ പോകുന്നത്? നീര് തരുന്നത് നീരദം ആണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് വരങ്ങളായിരിക്കും. ഞാൻ സ്വാഗതം ചെയ്യുന്നു വരദ, പ്ലീസ്. നിങ്ങൾ ഏവരെയും പോലെ കൈരളി ടിവിയുടെ അശ്വമേധത്തിൻ്റെയും GS പ്രദീപ് സാറിൻ്റെയും ഹാർഡ് കോർ ഫാനായിരുന്നു ഞാനും. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും, ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കുറേ അറിവുകൾ കിട്ടുന്നൊരു ഷോ ആണ്. സോ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത്രയ്ക്കും ബുദ്ധിയും ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ അതിൽ പങ്കെടുക്കുക, ആ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് അശ്വമേധം വീണ്ടും ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് വരാൻ കഴിയുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്താണ് ആ ഒരു വേദിയിലിരുന്നിട്ട് ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, ഞാനതിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഇപ്പോഴേ എൻ്റെ കൈയും കാലൊക്കെ വിറച്ചിട്ട് പാടില്ല. എന്തായാലും പ്രേ ഫോർ മീ. വരദ, പ്ലീസ് വാക്ക് ഇൻ. ഹായ് ഹലോ വരദ. യെസ്. പാട്ട് പാടും? പാട്ട് പാടില്ല, അവതാരകയായിരുന്നു. പാട്ട് പാടില്ല, മൂളും, അത്രേ ഉള്ളൂ. ഒന്ന് മൂളിക്ക്. ഇത് ഞാൻ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ഞാനൊരു പാട്ടുകാരിയല്ല. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ കൈയും കാലും വിറച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പാടാം. അതെ അതെ, അങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ നമുക്ക് പാടാം. അഭിനന്ദനങ്ങൾ, ആശംസകൾ. താങ്ക് യു. യാഗത്തിലേക്ക് വരദയ്ക്ക് സുസ്വാഗതം. താങ്ക് യു. ചോദിക്കുന്നത് ഒരു വരം, ചിലപ്പോൾ ലഭിക്കുന്നത് വിജ്ഞാനത്തിന്റെ മരം. യാഗം. ആദരണീയനായ ശ്രീ VK ശ്രീരാം, നമസ്കാരം സർ. IT ഗൈഡ് നിമ്മി അരുൺ ഗോപൻ. സോ വരദ, ഇതാദ്യത്തെ പടിയാണ് ഈ മത്സരം. വിറയ്ക്കാത്ത വിരലുകളോടെ ആ ബൗളിൽ നിന്ന് ഒരു വിഷയം. വിറയ്ക്കാത്ത വിരലുകളോടെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും റെഡി, വായിച്ചു. ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഇഷ്ടമാണ്. ആ, അപ്പൊ എളുപ്പം. ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം വരദ പറഞ്ഞാൽ മതി. മലയാളിയായ ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് അമ്പയറാണ് ബന്ദില ഡിക്കോത്തെ. ശരിയോ തെറ്റോ? എനിക്ക് അമ്പയർമാരിനൊന്നും വലിയ പരിചയമില്ല. വലിയ പരിചയമില്ല എന്നല്ല, നമ്മൾ ഈ കാണുമ്പോഴുള്ള ഇതേ ഉള്ളൂ. ഞാൻ എപ്പോഴും സാധാരണ ശരിയെ പറയാറുള്ളൂ, അതുകൊണ്ട് ശരിയെന്നൊന്ന് പറഞ്ഞു നോക്കൂ. നമ്മൾ ഈ പ്രോഗ്രാം കാണുന്ന കാരണം ശരിയാണ് അങ്ങനെ പറയുമ്പോഴേ വിശ്വാസം പോകുന്നു. I'll go for false. തെറ്റ് എന്നാണ് പറയുന്നത്. അതെ. വരദ, ഞാൻ സാധാരണ ശരിയാണ് പറയാറുള്ളത്, പക്ഷെ വരദയോട് ഞാൻ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. വരദയുടെ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. മലയാളിയാണ്. മലയാളിയായ ആദ്യത്തെ വനിതാ ഫുട്ബോൾ റഫറിയാണ് ബന്ദില ദിക്കോത്തെ. ക്രിക്കറ്റ് അമ്പയർ അല്ല. ഭാഗ്യം. വരദ, അഭിപ്രായം മാറിയില്ലേ? സത്യം പറയട്ടെ, കുറച്ച് കൂടി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഉത്തരം ശരിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ശരിയായപ്പോ ഇനിയിപ്പോ അടുത്തതിലേക്ക് പോണേന്റെ ടെൻഷൻ കയറിക്കൊണ്ട് ഇരിക്കുകയാണ്. യാതൊരു ടെൻഷനുമില്ലാതെ മാർച്ച് ടു ദ സെക്കൻഡ് ബൗൾ.
വിപ്ലവം. വിപ്ലവം. ആഹാ. അറിവിന്റെ ജനകീയ വിപ്ലവത്തിൽ, അശ്വമേധത്തിൽ, യാഗത്തിലെ 2ാം റൗണ്ടിൽ വരദയോട് ഞാൻ വിപ്ലവത്തെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടന്ന മഹത്തായ വിപ്ലവം ഏത് വർഷത്തിലാണ്? 1917, 1789, 1917, 1789. 1917 മഹത്തായ റഷ്യൻ വിപ്ലവം നടന്നത്. 1789 മഹത്തായ ഫ്രഞ്ച് വിപ്ലവം അരങ്ങേറി. സെക്കൻഡ് വൺ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിലാണ് ഇങ്ങനെ കേട്ടത്. ആ വായന തെറ്റിപ്പോയി എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല. ബേസിക്കലി ഞാൻ ഹിസ്റ്ററിയിൽ ഭയങ്കര വീക്കായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. പക്ഷെ ജയിക്കുമായിരുന്നു. ആ ജയിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. താങ്ക് യു. വീണ്ടും വരദയ്ക്ക് ലഭിച്ചത് വിജയത്തിന്റെ വരം. ഇനി 3ാം റൗണ്ട്. വരദ, ആദ്യ 2 റൗണ്ടിൽ ചോദ്യങ്ങൾ അല്പം കടുപ്പമായി പോയോ? തീർച്ചയായിട്ടും. അടുത്തത് എന്തായാലും ലളിതമാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. അത്തരമൊരു വിഷയമാകട്ടെ ഇത്തവണ ലഭിക്കുന്നത് എന്ന്. മൃഗങ്ങൾ. അതൊരു നല്ല വിഷയമാണ്. ചോക്ലേറ്റ് കഴിച്ചാൽ മരിച്ചു പോകാവുന്ന ജീവി ഏതാണ്? ചോക്ലേറ്റ് കഴിച്ചാൽ മരിച്ചു പോകാവുന്ന ജീവി ഏതാണ്? 3 ചോയ്സുകൾ. റെഡി? ചോയ്സ് എ ജിറാഫ്, ചോയ്സ് ബി മുതല, ചോയ്സ് സി നായ. ഇത് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം പല സിനിമകളിലും കണ്ടിട്ടുണ്ടാകും. സിനിമകളിൽ മാത്രമല്ല, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്തിട്ടുണ്ട് മുമ്പ്. ഒരു ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം കറക്റ്റ് ആണെന്ന് തോന്നുന്നു. സി, ഓപ്ഷൻ സി നായ. ആണ് സമ്മതിക്കൂല. ആണോ? ആവേണ്ടതാണ്. പൂച്ചയും മരിക്കാം, പക്ഷെ പൂച്ച ചോക്ലേറ്റ് കഴിക്കില്ല. നായ ചോക്ലേറ്റ് കഴിച്ചാൽ അപ്പോൾ മുതൽ അതിന് വോമിറ്റിംഗ് ഉണ്ടാകും. പിന്നീടത് ഡയറിയാകും, മരണകാരണം. വരദ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. ഒരു കള്ളന്റെ ആത്മകഥയിൽ നിന്നാണ് ഞാൻ ആദ്യം ഇത് വായിക്കുന്നത്. അതിനുശേഷം ഗൂഗിൾ സെർച്ച് മുഖേനയും വിക്കിപീഡിയ മുഖേനയും ഞാൻ ഇതിൻ്റെ ശാസ്ത്രീയ അടിത്തറ, ഇതിൻ്റെ വാസ്തവികത പരിശോധിച്ചപ്പോഴാണ് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേക രാസവസ്തു നായയുടെയും പൂച്ചയുടെയും ദഹനേന്ദ്രിയങ്ങൾക്ക് മാരകമായ അപകടം ഏൽപ്പിക്കുകയും മരണകാരണമായി തീരുകയും ചെയ്യും എന്ന് മനസ്സിലാക്കി. അപ്പോൾ വീട്ടിലെ പട്ടിക്ക് ഇനി മുട്ടായി കൊടുക്കണ്ട. കൊടുക്കൂല. അവസാന കടമ്പ യാഗത്തിലേക്ക്. ഹോളി ഹെൽപ്പ്, എ മെമ്മർ ഓഫ് ഫെയ്ത്ത്, ഡിവോഷൻ ആൻഡ് പ്യുവർ മാഡ്നസ്. ഇത് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പുറംചട്ടയാണ്. ഈ പുസ്തകം എഴുതിയ വ്യക്തിയുമായി കൈരളി ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ ശ്രീ ജോൺ ബ്രിട്ടാസ് അഭിമുഖം നടത്തി. അമ്പരപ്പുളവാക്കുന്ന പല കാര്യങ്ങൾ പറയുകയും ഈ പുസ്തകത്തിൽ കുറിക്കുകയും ചെയ്തു. വിവാദങ്ങളുണ്ടായി. വിവാദങ്ങളിലേക്ക് നമുക്ക് കടക്കണ്ട. പക്ഷെ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ക്ലൂസ് ഇല്ല, ചോയ്സ് ഇല്ല. ഈ പുസ്തകം എഴുതിയതാണ്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പം കൺഫ്യൂഷനായി. കാരണം ഞാൻ അതിൻ്റെ ഇത് കണ്ടിട്ടില്ല, കവർ കണ്ടിട്ടില്ല. പെട്ടെന്ന് ആ പേരും ക്യാച്ച് ചെയ്തില്ല. പക്ഷെ കൈരളി ടി വിയിൽ ജോൺ ബ്രിട്ടാസ് സാറിൻ്റെ പ്രോഗ്രാമിൽ എന്ന് പറഞ്ഞപ്പോൾ ഐ തിങ്ക്
അത് ലൈവ് വന്ന് കുറെ സെൻസേഷണൽ ആയതാണ്. പക്ഷെ എനിക്ക് ഒന്നാമത് ഇംഗ്ലീഷ് പേരുകൾ പെട്ടെന്ന് മനസ്സിലായി. അവരുടെ പേരിന്റെ ആദ്യ ഭാഗം പ്രശസ്തനായ ഒരു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് കളിക്കാരന്റെ പേരിന്റെ രണ്ടാം ഭാഗം. എനിക്ക് അതും അവരുടെ പേരിന്റെ രണ്ടാം ഭാഗത്തിൽ വേണമെങ്കിൽ നമുക്ക് നൂലും കിണറും ഒക്കെ ചേർക്കാം. യെസ്, ഗെയിൽ ത്രെഡ്വെൽ. ഗെയിൽ ട്രെഡ്വെൽ. ഗെയിൽ ട്രെഡ്വെൽ. ട്രെഡില്ല, ഞാൻ നൂലെന്ന് പറഞ്ഞു. ട്രെഡ്വെൽ. ട്രെഡ്വെൽ. കൺഗ്രാറ്റുലേഷൻസ്, ശരിയായ ഉത്തരം. വെൽ ഡൺ, വെൽ ഡൺ. വിവാദങ്ങളും വാർത്തകളും നിറഞ്ഞതാണ് ഈ ലോകം. വിജ്ഞാനങ്ങളും വിവരങ്ങളും നിറഞ്ഞ ഈ യാത്രയിൽ വരതയുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും വരദ യജ്ഞവേദിയിലെത്തിയാൽ ഒരു പാട്ട് വാഗ്ദാനം ചെയ്തിരുന്നു വരമായി നൽകുമെന്ന്. വരദ യജ്ഞത്തിലേക്ക് എത്തുന്നു, മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. വരാൻ ലഭിക്കുന്നത് സംഗീതത്തിൻ്റെ വരവും വിജ്ഞാനത്തിൻ്റെ മരവും തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബ സദസ്സുകളിൽ പരമ്പര കണ്ടിരുന്ന പ്രേക്ഷകരും ഈ വൈജ്ഞാനിക യാത്ര ഈ നിമിഷം ആഹ്ലാദത്തോടെ കാണുന്നു. കാരണം അല്പം മുമ്പ് തങ്ങളുടെ സ്വീകരണ മുറിയിലെ പരമ്പരയിൽ നിറഞ്ഞു നിന്ന അഭിനേത്രി അശ്വമേധത്തിൻ്റെ വൈജ്ഞാനിക യാത്രയിലുണ്ട് ഇപ്പോൾ. വരദ യജ്ഞത്തിലേക്ക് കടക്കുമോ, യാഗത്തിൽ നിന്ന് പിൻവാങ്ങുമോ? ആ ചോദ്യത്തിന് ഉത്തരമറിയാം നിമിഷങ്ങൾക്കകം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. Thumbs up is the sign. Varada walking with ball steps. വരിക വരിക വരദേ യജ്ഞത്തിലേക്ക്. യജ്ഞം വരദയ്ക്ക് പരിചിതമായ ഒന്നാണ്. അശ്വമേധം കണ്ടിട്ടില്ലേ? തീർച്ചയായിട്ടും. അപ്പോ ആ ബൗളിൽ നിന്ന് ഒരു വിഷയം തിരഞ്ഞെടുക്കാം. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് ജൂറിയെ ഏൽപ്പിക്കാം. അപ്രൂവൽ വാങ്ങിയതിനു ശേഷം മത്സരിക്കാം. എനിക്ക് 18 ചോദ്യങ്ങളേ ഉള്ളൂ, 21 ഇല്ല. വരദയ്ക്ക് കമ്പ്യൂട്ടറിന്റെ സഹായവും ഉണ്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തവണ എന്നോട് പറയരുത് കേട്ടോ വിഷയം എന്താണ്. പറയൂല. ഓക്കെ, ശരി. എളുപ്പമാണല്ലോ വിഷയം അല്ലേ? അത്യാവശ്യം. വിജ്ഞാനപ്പൊതിയിൽ വിസ്മയക്കൊതിയിൽ വിപരീത സമസ്യ. യജ്ഞം. വരദ, ഇതിൽ പിന്നെ വരദയ്ക്ക് ടെൻഷനും വിറയലും ഒന്നും ഇല്ലല്ലോ. കാര്യം വരദയ്ക്ക് ഉത്തരം പറയണ്ടല്ലോ, എനിക്ക് ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. അതാണ് ഈ ഗെയിമിന്റെ ഏറ്റവും അട്രാക്ഷൻ ഉള്ള സംഭവം. കാരണം ഉത്തരം എനിക്കറിയാലോ. ഹാപ്പി. ചുമ്മാ ഇരുന്നാ മതി. ചുമ്മാ ഇരിക്കലല്ല, പക്ഷെ അതിന് കുറെ മെന്റൽ സ്ട്രെസ് ഉണ്ട്. കാരണം നിങ്ങളിങ്ങനെ കറക്റ്റ് അടിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു വരുമ്പോഴേ നമുക്ക് ചിലപ്പോൾ ആ വ്യക്തിനെ കുറിച്ച് അത്ര അറിയുന്നുണ്ടായിരിക്കില്ല. അത്രയും ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാവില്ല. തൃശ്ശൂർ ആണോ? ആ വ്യക്തിനെ കുറിച്ച് എന്തിട്ടാ കുട്ടിയത്? അത് നമ്മളുടെ നാട് വിടാൻ പറ്റില്ലല്ലോ സംസാരത്തിൽ. തീർച്ചയായും 6 മലയാളിക്ക് 100 മലയാളമുണ്ട് നമ്മുടെ. അതെ അതെ. ഓരോ നദിയുടെയും കരകളിൽ ഓരോ സ്ലാങ് ഉണ്ട്. അതൊക്കെ ഒരു സമ്പത്താണ് ഭാഷയിൽ, അല്ലേ? അതെ. എന്തിട്ടാ ശ്രീ വി കെ ശ്രീരാമൻ ഈ കുട്ടി വിചാരിച്ച വ്യക്തിയുടെ പേര് അങ്ങോട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ടാ? ആണ്. ആർ യു റെഡി ടു ഹെൽപ്പ്? ആൾ ദ ബെസ്റ്റ് ഉണ്ട്. ശരി കേട്ടോ. അന്യഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്യഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഭാഗ്യം കൊണ്ട് ഒന്നും പുറത്തിറങ്ങിയില്ല. ഒരു സുപ്രഭാതത്തിൽ വരദ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വരദ ഗർഭിണിയാണ് എന്ന് തിരിച്ചറിയുന്നു. ആദ്യം എന്ത് ചെയ്യും? ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആദ്യം വിവാഹിതയാണോ? ആണ്. പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും ഗർഭിണിയാന്ന് പറയുമ്പോ ഞാൻ ഈ ചോദ്യം വരദ വിവാഹിത അല്ല എന്ന് വിചാരിച്ചാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. വിവാഹിതയാണ്. പക്ഷെ വരദയ്ക്കൊരു കൊച്ചുകുട്ടിയുടെ പുഞ്ചിരിയുണ്ട് മുഖത്ത്. അപ്പൊ ഞാൻ വരദ വിവാഹിതയാണെന്ന് അറിയില്ലായിരുന്നു, ക്ഷമിക്കണം.
ഇത് ഭാരതത്തിൻ്റെ മികച്ച ഉദ്യോഗസ്ഥരെ കണ്ടെത്തുന്ന ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ IAS-ൻ്റെ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ പോയ വർഷങ്ങളിലൊന്നിൽ അവിവാഹിതയായ ഒരു പെൺകുട്ടിയോട് ഇൻ്റർവ്യൂ ബോർഡിൽ ചോദിച്ച ചോദ്യം ഇതാണ്: ഒരു സുപ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കുന്നു, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? സാധാരണഗതിയിൽ ആ ചോദ്യം കേട്ടാൽ ഒരു അവിവാഹിതയായ പെൺകുട്ടി പെട്ടെന്ന് പകയ്ക്കും ആ ചോദ്യം കേൾക്കുമ്പോൾ. കാരണം അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ മുൻവിധികളാണ്. ഒരു ചോദ്യത്തിനെ ഉത്തരമായി കാണുക, ചോദ്യമായി കാണുക, നേരിടുക. ആ പെൺകുട്ടി പറഞ്ഞു, ഒബ്വിയസ്ലി ഞാൻ ആ വിവരം പെട്ടെന്ന് എൻ്റെ ഭർത്താവിനെ അറിയിക്കും, സന്തോഷം പങ്കിടും എന്നാണ് പറഞ്ഞത്. അതാണ് മനസ്സുകളുടെ ശരിമ. ആ കുട്ടിക്ക് ആ വർഷത്തെ ഏറ്റവും മികച്ച ദ ബെസ്റ്റ് കാൻഡിഡേറ്റിനുള്ള അംഗീകാരവും ലഭിക്കുകയാണ്. പക്ഷെ വരദ വിവാഹിതയാണ്, അതുകൊണ്ടാണ് സന്തോഷം എന്ന് പറഞ്ഞത്. അവിവാഹിതയോടായാൽ പോലും ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ നേരിടേണ്ടത് ഞാൻ വിവാഹിതയാണോ എന്നുള്ളതല്ല, ആ ചോദ്യത്തിന് ഒരു ഉത്തരം, അല്ലേ? അതെ അതെ. ശരി വരദ, മത്സരം തുടങ്ങാം. Sure. പക്ഷേ വാക്ക് പാലിക്കാത്തവരോട് അശ്വമേധത്തിൽ ഏർപ്പെടുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഞാൻ അങ്ങനെയുള്ളവരോട് മിണ്ടാറില്ല, അങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ വരദ വാക്ക് പാലിക്കും, അല്ലേ? എനിക്ക് കാര്യം മനസ്സിലായി. കമോ. ഞാൻ പെട്ടെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചല്ല, പെട്ടെന്ന് ഓർത്തപ്പം മനസ്സിൽ വന്ന പാട്ടാണ്. കുളമായ ക്ഷമിക്കണം. അത് ആ പാട്ടിന്റെ കുഴപ്പം കൊണ്ട് എന്നെ പുറത്താക്കരുത്. കൺമണി അൻപോട കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ ഞാൻ ഇங்கே സൗഖ്യമേ, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது, அதை எழுத நினைக்கையில் வார்த்தை முட்டது, ஓஹோ கண்மணி அன்போட காதலன் நான் எழுதும் கடிதமே. നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഞെട്ടിപ്പിച്ചു കളഞ്ഞു. ശരി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. തുടങ്ങാം. യെസ്. വരദ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? യെസ്. ആണ്. ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. ഇന്ത്യൻ? നോ. ഏഷ്യൻ? യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? നോ. ഇല്ല. 50 വയസ്സിന് താഴെ പ്രായമുള്ള പുരുഷൻ. സ്പോർട്സ് ആണോ? യെസ്. 50 വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് സ്പോർട്സ് ആണ്. സ്പോർട്സ് ആണ്. അപ്പം സാർക്ക് രാജ്യങ്ങളിൽ ഒന്നാണോ? ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ. ഒരു പ്രാവശ്യം കൂടെ പറയൂ. കുറച്ചുകൂടെ സ്പീഡ് കുറച്ച് പറയാം. അതെ. ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ. വളരെ നന്നായിരിക്കുന്നു. അതിൽ പെട്ട ആളാണ്. ഉണ്ട്. യെസ്, കറക്റ്റ്. പന്ത് ഉപയോഗിച്ചുള്ള ഒരു കളി? യെസ്. ഇപ്പോഴും കളിക്കുന്നുണ്ട്? നോ. ക്രിക്കറ്റ്? യെസ്. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി 8 ചോദ്യങ്ങൾ മാത്രം അവശേഷിക്കുന്നു. ഈ AC ഫ്ലോറിൽ ഇരുന്നിട്ട് ഞാൻ വേർക്കുന്നു. വരദ വിചാരിച്ച വ്യക്തിയുടെ രാജ്യം ശ്രീലങ്കയാണോ? അല്ല. ബാറ്റ്സ്മാൻ എന്നതാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രശസ്തി? അല്ല. അദ്ദേഹം ഒരു ഫാസ്റ്റ് ബൗളറാണോ? അതെ. ഇപ്പൊ കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്നല്ലേ പറഞ്ഞു, അല്ലേ? അതെ. അദ്ദേഹത്തിന്റെ പേര് ആരംഭിക്കുന്നത് ABCDEFGHIJKL MNO PQR STUV XYZ ഈ അക്ഷരങ്ങളിൽ ഒന്നിലാണോ? യെസ്. അപ്പോ വാസിം അക്രം അല്ല, വക്കാർ യൂനിസ് അല്ല. അല്ല. താങ്ക് യു. അല്ല, ചോദ്യമല്ല. അല്ല, മനസ്സിലായി. 45 വയസ്സ് കഴിഞ്ഞു. ലൈഫ് ലൈൻ വേണം. സർ, നമ്പർ 15 is a life line. 45 വയസ്സ് കഴിഞ്ഞു എന്നാണ് ചോദ്യം. കഴിഞ്ഞിട്ടില്ല.
ആ ലൈഫ് ലൈൻ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തായാലും 40 കഴിഞ്ഞ് കാണാൻ സാധ്യതയുണ്ട് എന്നാണ്. എന്നാലും അതൊന്ന് ചോദിക്കാം. 1 second. ഓൾമോസ്റ്റ് ഉണ്ട്, ഏതറിയാം. ഏകദേശം. അദ്ദേഹം 50 കളിയിലേറെ കളിച്ചിട്ടുണ്ടോ? യെസ്. ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ ഭാഗം എം എൻ എസ് എന്നീ അക്ഷരങ്ങളിൽ ഒന്നിലാണോ ആരംഭിക്കുന്നത്? യെസ്. കിട്ടിക്കഴിഞ്ഞു ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ പേരിന്റെ അവസാന ഭാഗം എസ് എന്ന അക്ഷരത്തിലാണോ ആരംഭിക്കുന്നത്? അല്ല. ആദ്യ ഭാഗമല്ല ഞാൻ ചോദിച്ചത്. ശരി. അവസാന ഭാഗം എസ് എന്ന അക്ഷരത്തിലാണോ ആരംഭിക്കുന്നത്? അല്ല. അല്ല. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഞാനൊരു ഉത്തരം പറയണം. എന്തായാലും വരദ വിചാരിച്ചത് മുഹമ്മദ് സാമി അല്ല എന്നുള്ളത് കൃത്യമാണ്. കാരണം എസ്സിലല്ല അവസാന ഭാഗം ആരംഭിക്കുന്നത്. പിന്നെ സുഹൈൽ തൻവീറിനെ വരദ ചിന്തിച്ചാൽ പ്രായത്തിന്റെ കാര്യത്തിൽ ഇത്രത്തോളം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട സാധ്യതയും ഇല്ല. തീർച്ചയായിട്ടും എനിക്കിപ്പോ ടെൻഷൻ കുറച്ച് കുറഞ്ഞു. കാരണം എന്താണെന്നറിയോ, എൻ്റെ മനസ്സിലുണ്ട് സാർ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അത് പറയാനുള്ളൊരു മുന്നൊരുക്കം മാത്രമാണിത്. Congratulations, Varada. You have won ₹25,000. Seriously? കണ്ണു നിറഞ്ഞു. കാരണം സത്യമായിട്ട് ഞാൻ ഈ ഒരു ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഈ സീറ്റിൽ ഇരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. ബട്ട് ഞാനിവിടെ ഇരുന്ന് ഫസ്റ്റ് ഒരു ഐ എം ഹാപ്പി, ടു ഹാപ്പി. പോട്ടെ, ഉത്തരം പറയുന്നതിന് മുമ്പ് പേരിന്റെ ആദ്യ ഭാഗം ആരംഭിക്കുന്ന അക്ഷരം ഏതാ? എസ്. രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുന്ന അക്ഷരം ഏതാ? എ. മനോഹരമായ ചിരി, ചിലപ്പോഴും കോപം കൂടുതൽ മുഖത്തും ഉണ്ടാക്കിക്കൊണ്ട് നിറച്ചുകൊണ്ട് സച്ചിന് പന്തുകൾ അടിച്ചു പറത്താനായി ഷൊയ്ബ് അക്തർ പന്തെറിയുമ്പോഴും വരദയുടെ സാന്നിധ്യമാണ് പ്രേക്ഷകർ ഈ ദിവസം കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എന്നെനിക്കുറപ്പ്. വരദ ആരെയാണ് വിചാരിച്ചത്? റാവൽപിണ്ടി എക്സ്പ്രസ് ഷൊയ്ബ് അക്തറിനെ. കൺഗ്രാറ്റുലേഷൻസ്. ഷോയ്ബ് അക്തർ. റാവൽപിണ്ടി എക്സ്പ്രസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷോയ്ബ് അക്തർ ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും വേഗം കൂടിയ ബൗളർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. 1997 അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ചോയ്സ്, ആ ഒരു പേരെടുക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു. കാരണം അത് പറയാൻ സാറിന് പറ്റും. ഷൊയ്ബ് അക്തർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കണ്ണിങ്ങനെ നിറയില്ലായിരുന്നല്ലോ. അത് നിറയുമായിരുന്നു. പക്ഷെ സങ്കടം കൊണ്ടായിരിക്കുന്നു മാത്രം. ഈ സീരിയലിൽ അഭിനയിച്ച് സന്തോഷം വന്നാലും കരച്ചിൽ വന്നാലും കണ്ണീര് വരും. ഇപ്പോ വളരെ സിൻസിയറായ ഒരു ആനന്ദ കണ്ണീര് കാണാൻ പറ്റിയില്ലേ? അതൊരു സന്തോഷമല്ലേ ശ്രീ വി കെ ശ്രീരാമൻ? അല്ലേ? സന്തോഷമാണ്. സാർ എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. പല പ്രാവശ്യം എപ്പിസോഡ്സ് കാണുമ്പോൾ എനിക്ക് ചോദിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല രസമുണ്ട് കോസ്റ്റ്യൂം, ഡ്രസ് അല്ലേ? യെസ്. അതൊരു മോശം കമന്റാണ്. ഒരാളിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഡ്രസ്സ് കൊള്ളാം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥമുണ്ട്. മറ്റൊരു കാര്യമുണ്ട്. ഐശ്വര്യ റോയുടെ മുഖത്ത് നോക്കി താങ്കൾ സുന്ദരിയാണെന്ന് പറയണ്ട, ഇട്ട ഡ്രസ്സ് നല്ലതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡ്രസ്സാണോ ഇഷ്ടപ്പെട്ടത്, ഈ കുതിരയാണോ ഇഷ്ടപ്പെട്ടത്? രണ്ടും കൊള്ളാം. കുതിര പോകുമ്പോൾ എനിക്ക് തരുമോ ഇതോ? കൊണ്ടുപോവാൻ? ഇല്ല, ഈ കുതിരയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കുതിര അശ്വമേധത്തിന്റെ ആദ്യ പതിപ്പ് 500 അധ്യായങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ എനിക്കൊരാൾ ഉപഹാരം അല്ലെങ്കിൽ സമ്മാനമായി, ഒരു സ്നേഹ സമ്മാനമായി തന്നതാണ്. ബ്യൂട്ടിഫുൾ.
അദ്ദേഹം മലയാളിയുടെ അഭിമാനമായ, ലോകത്തിൻ്റെ അഭിമാനമായ ഉജ്ജ്വലനായ കലാകാരനാണ്, അഭിനേതാവാണ്, നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. മൈ ട്രീ ചലഞ്ചിലൂടെ മൈ ഫേവറേറ്റ് ആക്ടർ ശ്രീ മമ്മൂട്ടി എനിക്ക് നൽകിയ സ്നേഹ സമ്മാനമാണ് 500 അധ്യായങ്ങൾ ആദ്യം പൂർത്തിയാക്കിയത്. 10 വർഷങ്ങൾക്ക് ശേഷം 2ാം വരവ് വരുമ്പോൾ എല്ലാ അധ്യായത്തിലും ഈ കുതിര ഇവിടെ ഉണ്ടാകണം എന്നുള്ള നിർബന്ധമുണ്ട്. ഈ കുതിര വരദയ്ക്ക് വിജയക്കുതിപ്പിന് കൂടുതൽ വഴികൾ കാണിക്കട്ടെ. 2ാം റൗണ്ടിലും വരദ വിജയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. വരദ വിചാരിച്ച സംഭവം അംഗീകരിക്കപ്പെടാവുന്ന ഒന്നാണോ സർ? ആണ്. ആ സംഭവത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വരദയെ സഹായിക്കാൻ കമ്പ്യൂട്ടർ തയ്യാറാണോ? തയ്യാർ. റെഡി? വരദ വിചാരിച്ചത് നല്ലതെന്നോ ചീത്തയെന്നോ കൃത്യമായി നിർവചിക്കാൻ കഴിയുന്ന, ഗുഡ് എന്നോ ബാഡ് എന്നോ നിർവചിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണോ? ആണ്. ഇസ് ഇറ്റ് എ ഗുഡ് ഇൻസിഡന്റ്? അല്ല. ഞാനത് ചോദിക്കാൻ കാരണം ചില സംഭവങ്ങൾക്ക് ചിലർക്ക് നല്ലതും ചിലർക്ക് ദോഷവും ആകാം. ചിലത് പൊതുവേ നല്ലതാകാം, ചിലത് പൊതുവെ മോശമാകാം. ഇതൊരു മോശം സംഭവമാണ്. അപ്പോൾ ഇന്ത്യയിൽ നടന്ന സംഭവം ആണ്. സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ 1950 ശേഷം നടന്ന സംഭവം അല്ല. 1900 ശേഷം നടന്ന സംഭവം പ്രശസ്തരായ ഏതെങ്കിലും വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ടതാണോ ആ സംഭവം? അല്ല. രാഷ്ട്രീയവുമായി ആ സംഭവത്തിന് ബന്ധമുണ്ടോ? ചരിത്രവുമായോ രാഷ്ട്രീയവുമായോ ബന്ധപ്പെട്ട ഒരു സംഭവം? അതെ, ചരിത്രമായി ബന്ധപ്പെട്ട സംഭവം. താനൂരിനടുത്താണോ ആ സംഭവം നടന്നത്? ലൈഫ് ലൈൻ? അല്ല. അതെ. ആ സംഭവം നടന്നത് 1918, 19, 20, 22, 23, 24, 25, 26, 27, 28 എന്നീ വർഷങ്ങളിൽ ഒന്നിലാണ്. അല്ല സർ. അല്ല. ആ സംഭവത്തിനെ ഓർമ്മിപ്പിക്കുന്ന, ആ സംഭവത്തിന്റെ ഒരു മെമ്മോറിയൽ ഹാൾ തിരൂർ എന്ന പ്രദേശത്തുണ്ടോ? ഉണ്ട് സർ. വരദ പറഞ്ഞോളൂ. ഇക്കുറിയും വരദ വിജയിക്കുന്നു എന്ന് ഞാൻ പറയില്ല. ആദ്യത്തെ തവണ വരദയ്ക്ക് ഈ അശ്വം വിജയത്തിന്റെ വരം സമ്മാനിച്ചു. ഇപ്പൊ ഈ അശ്വം എന്നോട് പറയുന്നു, ഈ സംഭവം പക്ഷേ പറയാതിരിക്കരുത്. കാരണം ആ സംഭവത്തിന് വേദനയുടെ, നെരിപ്പോടിന്റെ, നൊമ്പരത്തിന്റെ കനലരിയിക്കുന്ന ഒരു കഥ പറയാം. അത് തിരൂരിലും താനൂരിലും ബുധന്നൂരിലുമുള്ള ഭൂമിയിലും ആകാശത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന കാറ്റിനു വരെ പറയാനുള്ള കരിഞ്ഞ മനുഷ്യ മാംസത്തിന്റെ കഥയാണ്. കുത്തി നിറയ്ക്കപ്പെട്ട കുറെ ശരീരങ്ങൾ ഒരു തീവണ്ടിയുടെ കൽക്കരിച്ചൂടിൽപ്പെട്ട് തളർന്ന് മരണത്തിലേക്ക് അലിഞ്ഞുപോയതിന്റെ കഥയാണ്. സർവോപരി പോരാട്ടത്തിന്റെ തീക്ഷ്ണ ജ്വാല മനസ്സിൽ നിറച്ച മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഥയാണ്. ആ കഥയ്ക്ക് മുന്നിൽ ആലി മുസ്ലിയാരുടെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ഒക്കെ ചരിത്രം ഉജ്ജ്വലിക്കുന്നുണ്ട്. വരദയുടെ മനസ്സിലുണ്ടായിരുന്ന ആ സംഭവം വാഗൺ ട്രാജഡി തന്നെയാണ്. വാഗൺ ട്രാജഡി 1921 മാപ്പിള ലഹളയെ തുടർന്ന് നവംബർ 10 ബ്രിട്ടീഷ് പട്ടാളം തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിലടയ്ക്കാൻ റെയിൽവേയുടെ ചരക്ക് വാഗണിൽ കുത്തിനിറച്ചു കൊണ്ടുപോയ തടവുകാർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ ദുരന്തം. ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 70 പേരിൽ 61 പേരാണ് മരിച്ചത്.
പ്ലീസ്. അറിവിന്റെ ജനകീയ വിപ്ലവത്തിൽ അശ്വമേധത്തിൽ പങ്കെടുക്കാനെത്തിയതിന് നന്ദി. യാഗം സക്സസ്ഫുള്ളായി വിജയിച്ചു. യജ്ഞത്തിലെ ആദ്യ റൗണ്ടിൽ ഷൊയ്ബ് അക്തറിനെ മനസ്സിൽ വിചാരിച്ചു. ഈ അശ്വം വരദയ്ക്ക് വിജയം നേടിത്തന്നു അല്ലേ? തീർച്ചയായിട്ടും. ഈ അശ്വത്തിന്റെ കാല് കണ്ടപ്പോഴെങ്കിലും ഷൊയ്ബ് അക്തറിന്റെ ഓട്ടം മനസ്സിൽ വരേണ്ടതായിരുന്നു. പോയി വിട്ടുപോയി. അപ്പോൾ എന്തായാലും വാഗൻ ട്രാജഡി എനിക്ക് കണ്ടെത്താനും വരദയുടെ നന്മ വരദയെ കൂടുതൽ മേലെ മേലെ മേലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറയാൻ ആഗ്രഹിച്ചതാണ്. മേലെ മേലെ വാനം എന്നൊരു പാട്ടിൽ ഒരു ഗാനം അതൊന്നും 1 2 3 4. മേലെ മേലെ മാനം മാനം മേലെ മണ്ണിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. കൺഗ്രാറ്റുലേഷൻസ് വരദ. താങ്ക് യു. ആൻഡ് എനിക്ക് കുറച്ചല്ല ഒരു 2 ലൈൻ പറഞ്ഞോട്ടെ. പിന്നെന്താ, എനിക്കിവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിരിക്കുമ്പം എനിക്ക് എൻ്റെ ഫാമിലിയിലേക്ക് തിരിച്ചു വന്ന പോലെ തോന്നുന്നത്. കൈരളിയുടെ തന്നെ പട്ടുറുമാല് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. സോ 2 വർഷത്തോളം ഞാനത് ചെയ്തു. ഇപ്പോൾ കൈരളിയുടെ ഈ സ്റ്റുഡിയോ ഞാൻ ഭയങ്കര അഹങ്കാരത്തോടെ പറയുന്നൊരു കാര്യമാണ്. കൈരളിയുടെ ട്രിവാൻഡ്രത്തെ ഈ സ്റ്റുഡിയോ തുടങ്ങിയപ്പം ഈ ഫ്ലോറിൽ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്ത ആങ്കർ ഞാനായിരുന്നു പട്ടുറുമാലിൻ്റെ. അത് എനിക്ക് ഭയങ്കര ഈ മൂമെന്റിൽ എനിക്ക് ഭയങ്കര, ഞാൻ പറയാറില്ലേ എല്ലാവരുടെ അടുത്തും ഭയങ്കര അഹങ്കാരത്തോടെ പറയുന്ന കൈരളിയുടെ ആ സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് പണി കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഫ്ലോറിൽ ഷൂട്ട് തുടങ്ങിയിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ആൻഡ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് എല്ലാവരെയും വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു കൈരളി, താങ്ക് യു സോ മച്ച്.